വിജാജലി മഹർഷി വളരെ കാലം കഠിന തപസ് ചെയ്ത ആളാണ്. അഗ്നി യജ്ഞം ചെയ്യുക, അതായത് നിത്യവും പ്രഭാതത്തിലും സൂര്യോദയത്തിലും സൂര്യാസ്തമയ സമയത്തുമൊക്കെ അഗ്നിയിൽ ആഹൂതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടതുപോലെ സ്വാധ്യായത്തിൽ ഏർപ്പെട്ട് ആളാണ്, അങ്ങനെ തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. മഴക്കാലത്താണെങ്കിൽ വെള്ളത്തിലിറങ്ങി നിന്നും വേനൽക്കാലത്ത് അഗ്നിമധ്യത്തിൽ നിന്നും ഒക്കെ തപസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹം തപസ് ചെയ്യവേ ആ തപസ് ചെയ്തിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു. ഇദ്ദേഹം ഇരിക്കുന്ന ആ ദിക്കില് ഈ മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം നനഞ്ഞിട്ട്, മഴവെള്ളം വീണ് നനഞ്ഞ് അദ്ദേഹത്തിന്റെ ജടാമുടിയൊക്കെ നനയുകയും ആ സമയത്ത് ഒരു പക്ഷി ഈ മഹർഷിയുടെ ജടയുടെ മുകളിൽ വന്നിട്ട് കൂടുകൂട്ടിയെന്നാണ്. ആ പക്ഷിക്ക് അറിയില്ല അത് മനുഷ്യരാണ്, മനുഷ്യന്റെ ശിരസിലെ മുടി ജട കെട്ടിയിട്ട് നിൽക്കുന്നതാണ്, അതൊന്നും അതിനറിയില്ല. അപ്പൊ അവിടെ വന്ന് ഒരു പറ്റിയ ഇടം കണ്ടു, അവിടെ കൂടുകൂട്ടി. ഉണങ്ങിയ പുല്ലും അതുപോലെ ചുള്ളിക്കമ്പുകളും ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇതറിയുന്ന ജാജലി ഉപദ്രവിച്ചില്ല. അതവിടെ തനിക്കും അതുകൊണ്ട് വേറെ പ്രയാസമൊന്നുമില്ല. അപ്പൊ തന്റെ ജടാമുടിയിൽ ഈ പക്ഷി വന്നിങ്ങനെ കൂടുകൂട്ടുന്നു. അതിനെ ഉപദ്രവിക്കേണ്ട, ആ കൂടെ ഇളക്കിക്കളയണ്ട എന്ന് കരുതി അദ്ദേഹമാവട്ടെ നിശ്ചലനായിട്ട് അങ്ങനെ ഇരുന്നു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പെൺപക്ഷി, 2 പക്ഷികളുണ്ട്, അതിൽ പെൺപക്ഷി മുട്ടയിടുന്നു ആ കൂടിൻ്റെ ഉള്ളിൽ. അതൊക്കെ തനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പതുക്കെ പതുക്കെ ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അതിനെ ഉപദ്രവിക്കണമെന്ന് തോന്നിയില്ല. അദ്ദേഹം തൻ്റെ ശരീരം ചലിപ്പിക്കാതെ ഈ പക്ഷികൾക്കോ പക്ഷി കുഞ്ഞുങ്ങൾക്കോ ഒന്നും ആപത്ത് വരണ്ട എന്ന് കരുതി ഏകാഗ്രതയോടുകൂടിയിട്ട് അങ്ങനെ ഇരുന്നു, ചലിക്കാതെ ഇരുന്നു കൊടുത്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് തോന്നിയത് എന്നാണ്. ഈ പക്ഷികളും ഇതൊന്നും അറിയുന്നില്ല. ഒരു മനുഷ്യന്റെ ശിരസിലാണ് ഞങ്ങൾ കൂടുകൂട്ടിയിട്ടുള്ളത്, അതിലാണ് ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്, ഇതൊന്നും ആ പക്ഷികൾക്കും അറിയില്ല. പലപ്പോഴും ഈ പക്ഷികൾ ആഹാരം തേടി പറന്നു പോകും, സന്ധ്യയായി കഴിഞ്ഞാൽ മടങ്ങി വരും, അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കും. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞു. പിന്നെ ഈ പക്ഷികളെ കാണാതെയായി. ചിലപ്പോൾ ദിവസങ്ങളോളം പക്ഷികൾ വരില്ല. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ പക്ഷികളൊക്കെ വലുതായി, കുഞ്ഞുങ്ങളൊക്കെ പറന്ന് പോവാനുള്ള പ്രാപ്തിയായി, അവ പറന്നു പോയിട്ടുണ്ടാവും, ഇനി മടങ്ങി വരില്ല എന്ന് ഉറപ്പിച്ച അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇത്രയും നാളുകൾ ഈ പക്ഷി കൊണ്ടുവന്ന് കൂടുകൂട്ടിയതും അതിൽ മുട്ടകളിട്ടതും അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നതും, അത്രയും നാള് ആ ശരീരം ചലിപ്പിക്കാതെ, ശിരസ് പോലും ചലിപ്പിക്കാതെ ഏകാഗ്രചിത്തനായിരുന്നു തനിക്ക് അത്രയ്ക്കുള്ള ഒരു തപോബലമുണ്ട്, സിദ്ധിയുണ്ട് എന്നൊക്കെ തോന്നുകയാണ്. അങ്ങനെയാണ് അവിടുന്ന് വീണ്ടും നടന്ന് നദിയിലിറങ്ങി സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തി അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴും അദ്ദേഹം ആദ്യം ചെയ്തതുപോലെ ഞാൻ ധർമ്മം നേടിക്കഴിഞ്ഞു എന്നിങ്ങനെ സ്വയം പറയുകയാണ്. അഭിമാനത്തോടു കൂടിയിട്ട് പറയുകയാണ്, ഞാൻ ധർമ്മം നേടിക്കഴിഞ്ഞു. അപ്പോഴും ആദ്യത്തേതുപോലെ ഒരു അശരീരി കേൾക്കുകയാണ്, താങ്കൾ കാശിയിലെ
തുലാധാരന്റെ ഒപ്പം ഉള്ള ഒരു യോഗ്യത താങ്കൾക്കില്ല എന്നാണ്. അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിനൊരു ആകാംക്ഷയായി എന്നാണ്. നിരന്തരം തപസ് ചെയ്യുന്ന തനിക്ക് ഇപ്പോഴും പൂർണ്ണമായ യോഗ്യതയില്ല, തന്നേക്കാളും യോഗ്യതയുള്ള ഒരാൾ വാരാണസിയിലുണ്ട് എന്ന് കേട്ടപ്പോൾ ഒന്ന് അറിയാനുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് ഈ ജാജലി പുറപ്പെട്ട് കാശിയിൽ എത്തിച്ചേർന്നു. അന്വേഷിച്ചു എവിടെയാണ് ഇദ്ദേഹം ഉള്ളത് എന്ന്. അങ്ങനെ ആ തുലാധാരന്റെ അടുത്ത് എത്തിയപ്പോൾ ജാജലിയെ കണ്ടതും വേഗം സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, താങ്കൾ വരും എന്നെനിക്ക് അറിയാമായിരുന്നു. താങ്കൾ കുറേ കാലം തപസ് ചെയ്തു. താങ്കൾ തപസ് ചെയ്യുന്ന കാലയളവിൽ താങ്കളുടെ ജടാമുടിയിൽ ഒരു പക്ഷി കൂടുകൂട്ടി. ആ കൂട്ടിൽ മുട്ടകളിട്ടു. ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. പിന്നീട് ആ പക്ഷികളൊക്കെ ചിറക് മുളച്ചപ്പോൾ പറന്നുപോയി. അപ്പൊ അതുവരെ അതിൻ്റെ കൂടിനെ സംരക്ഷിച്ചതും അവയെ ദ്രോഹിക്കാതെ നിശ്ചലനായിരുന്നതും ഒക്കെ താങ്കൾ ധർമ്മമായിട്ട് കരുതുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് താങ്കൾ അഭിമാനത്തോടുകൂടി പറയുകയും ചെയ്തു, ധർമ്മം നേടിക്കഴിഞ്ഞു. ഇതൊക്കെയാണല്ലോ സംഭവിച്ചത് എന്നാണ്. അപ്പോൾ ജാജലി അത്ഭുതപ്പെട്ടുപോയി. വനത്തിൽ വച്ച് നടന്ന ഒരു സംഭവം, വേറെ ആരുമില്ല അവിടെ. പക്ഷേ അങ്ങനെ ഉണ്ടായ സംഗതി ഈ വാരാണസിയിൽ, ഇത്രയും ദൂരെ കാശിയിലുള്ള ഈ മനുഷ്യൻ എങ്ങനെ അറിയുന്നു? അതുമല്ല, ഈ തുലാധാരൻ എന്ന് പറഞ്ഞാൽ അതൊരു ജോലിയുടെ, അയാൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചിട്ട് അയാളെ വിളിക്കുന്നതാണ്, അയാളുടെ പേരല്ല അത്. അയാളുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളുടെ തോല് ചെത്തിക്കൊണ്ടുവരിക, അതിൻ്റെ ഇലയും കായും ഒക്കെ ശേഖരിക്കുക, അതുപോലെ കാട്ടിൽ നിന്നുമൊക്കെ കിഴങ്ങുകളും കായ്കനികളും വേരുകളും ഔഷധങ്ങളും ഇതൊക്കെ വിൽക്കുന്ന ഒരാളാണ്. അപ്പൊ താങ്കളെപ്പോലെ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് ഈ ദൂരെ നടക്കുന്ന സംഭവങ്ങൾ, അതിവിദൂരതയിൽ നടക്കുന്ന കാര്യങ്ങളെ പോലും അറിയാനുള്ള ഒരു ജ്ഞാനം, ഒരു ദീർഘദൃഷ്ടി, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഈ തുലാധാരൻ പറയുകയാണ്, അല്ലയോ മഹാത്മാവേ, ശാശ്വതമായ ധർമ്മത്തിന്റെ രഹസ്യം, സർവ ജനസമ്മതമായിട്ടുള്ള രഹസ്യം, അതെനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഞാൻ വിൽക്കുന്നത്, എനിക്ക് വനത്തിൽ നിന്ന് കിട്ടുന്നതും ന്യായമായി ശേഖരിച്ചു കൊണ്ടുവന്ന് അതിനെ ആവശ്യമുള്ളവർക്ക് വിൽപ്പന ചെയ്യുന്നു. അവരിൽ നിന്നും ന്യായമായിട്ടുള്ള പ്രതിഫലമാണ് സ്വീകരിക്കുന്നത്. ഒരിക്കലും വ്യാജം പ്രവർത്തിക്കാറില്ല, അമിതമായ ലാഭം സ്വീകരിക്കാറില്ല. അപ്പോൾ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ധർമ്മത്തെ അറിഞ്ഞ് പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ധർമ്മം വേണ്ടതുപോലെ അറിയാം. എനിക്ക് അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. ആരോടും അമിതമായിട്ടുള്ളൊരു അടുപ്പമില്ല, ആരെയും വെറുക്കാറില്ല, പിണങ്ങാറില്ല, ഒന്നിനോടും അമിതമായിട്ടുള്ള ആസക്തിയില്ല, എല്ലാറ്റിനോടും സമഭാവനയാണ്. അതാണ് എൻ്റെ വ്രതം. അപ്പം ഞാൻ ചെയ്യുന്ന ജോലി, പ്രവൃത്തിയാണ് എൻ്റെ ധർമ്മം. അപ്പോൾ തപസ് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കരുതും ഈശ്വര ഉപാസന എന്ന് പറഞ്ഞാൽ ജപം ചെയ്യുക, പ്രദക്ഷിണ നമസ്കാരം ചെയ്യുക, ഇത് മാത്രമൊന്നുമല്ല. വ്രതങ്ങൾ അനുഷ്ഠിക്കുക, ഇത് മാത്രമൊന്നുമല്ല. അവനവന്റെ കടമയെ ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതും ഒരു ധർമ്മം തന്നെയാണ്. അല്ലാതെ അവനവന്റെ കാര്യങ്ങൾ ചെയ്യാതെ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാതെ എത്ര ഈശ്വര ഉപാസന ചെയ്തിട്ടും ഫലമില്ല. എത്ര വലിയ ജപം ചെയ്തിട്ടും, എത്ര വലിയ ഭക്തനാണ് എന്ന് പറഞ്ഞിട്ടും പ്രയോജനമില്ല.
സ്വധർമാനുഷ്ഠാനം, അവനവന്റെ കടമകളെ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്.